നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നാം ഭാഗ്യമുള്ളവരാണ്. ഈ ആണ്ടിന്റെ അവസാന ദിവസങ്ങളിലേക്ക് വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവം നമുക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും തന്ന ദൈവത്തിന് നാം സ്തോത്രം ചെയ്യണം. കർത്താവ് കരുതിയ വിധങ്ങൾ എല്ലാം നാം ഒന്ന് ഓർക്കണം. എത്ര പേരാണ് പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഷാരോണിലെ ഒരു പാസ്റ്ററുടെ മോനും കുടുംബവും ഒരു യാത്ര ചെയ്ത വാഹനത്തിൽ ഭാര്യയും ഭർത്താവ് ഓൺ ദ സ്പോട്ട് മരിച്ചു. കുഞ്ഞ് ഹോസ്പിറ്റലിലാണ്, സീരിയസ് ആയിട്ട് തന്നെ. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ആയിരങ്ങൾ അവരുടെ ശവസംസ്കാര ശുശ്രൂഷ കണ്ടു, അനുശോചനം അറിയിച്ചു. പക്ഷേ എന്താ കാര്യം? അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? സ്തോത്രം. ദൈവം നമ്മളെ കാക്കുന്നു. ദൈവത്തിൻ്റെ കരുതലിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കടന്നു വന്ന എല്ലാവർക്കും വന്ദനം പറയുന്നു. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ സ്തോത്രം വളരെ നമുക്ക് മനസ്സിലാകാനും ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിൽ എഴുതിയിരിക്കുന്ന. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നതെന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ എതിർ ക്രിസ്തുവിനെ കുറിച്ചും കള്ളപ്രവാചകനെ കുറിച്ചും പറയുന്ന ഒരു കാര്യമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ ആദ്യകാലത്തെ ക്രിസ്തീയ പീഡനങ്ങൾ ചെയ്ത സാമ്രാജ്യങ്ങളുണ്ട്, ഓരോരോ രാജാക്കന്മാരുണ്ട്. അവരുടെയും കൂടെ താരതമ്യം ചെയ്താണ് ഈ കാര്യം എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ സ്ത്രീ എന്ന് പറയുന്നത് മഗധിയാം ബാബിലോൺ തന്നെയാണ്. മർമ്മം മഗധിയാം ബാബിലോൺ തന്നെയാണ് സ്ത്രീ എന്ന് പറയുന്നത്. അതൊരു ക്രിസ്തീയ സംഘടന തന്നെയാണ്, നാമധേയ സംഘടനയാണ്. അതിൻ്റെ നേതാവാണ് കള്ളപ്രവാചകനായിട്ട് വരുന്നത്. എക്യുമെനിസവും അതുപോലെ എല്ലാവരെയും കൂടെ ഐക്യതയായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വരുന്ന അങ്ങനെ ഒരു നേതാവാണ് കള്ളപ്രവാചകനായി വരുന്നത്. നമ്മൾ വിചാരിക്കും ഈ മൃഗം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ തന്നെയാണ്. പിശാചിന്റെ ആത്മാവ് അവന്റെ മേൽ കയറി അവനൊരു ഭരണാധികാരി ആയിരിക്കും. കാരണം ഈ ഭരണാധികാരിയാകാൻ എന്ന് പറഞ്ഞതിന്റെ കാരണം ലോകത്തിന് ഇപ്പോൾ ഒരു നല്ല ഭരണാധികാരി ആവശ്യമാണ്. കാരണം എല്ലായിടത്തും പ്രശ്നം. കഴിഞ്ഞ ദിവസം ഒരു പ്ലെയിന് വെടിവെച്ചിട്ടു. അത് ആക്സിഡന്റ് ആണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഉക്രൈൻ പറഞ്ഞു റഷ്യക്കാര് ഇവരുടെ മിസൈലോ ഏതോ ആണെന്ന് ഓർത്ത് ദൂരേന്ന് അവർക്ക് മനസ്സിലായില്ല, വെടിവെച്ചിട്ടതാണെന്നാ പറയുന്നത്. അപ്പൊ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്, എല്ലായിടത്തും പ്രതികൂലങ്ങളാണ്. അപ്പൊ ഈ ലോകത്തെ നന്നായി ഭരിക്കാൻ ഒരു നേതാവ് ആവശ്യമാണെന്ന് ലോകത്തിന് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ. ആ സമയത്താണ് ഉപായ രൂപേണെ നമുക്കറിയാം, ഇപ്പൊ യൂറോപ്പ് രാജ്യങ്ങളില് 10 രാജ്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയതാണ് യൂറോ എന്ന് പറയുന്ന ഇത്. ആ രാജ്യങ്ങളില് ഇപ്പോൾ UK ഒക്കെ അതിനകത്തുനിന്ന് മാറി. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം അവരുടെ എല്ലാ രാജ്യങ്ങളിലും പോകാനുള്ള വിസ ഉണ്ടായിരുന്നു. ശങ്കം വിസ എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ 10 രാജ്യങ്ങൾ ചേർന്നുള്ള സംഘടനകളിലെ എല്ലായിടത്തും പോകാം. എല്ലായിടത്തെയും നാണയം യൂറോയാണ്, ഡോളർ അല്ല. കാരണം അങ്ങനെ ഒരു ആരംഭം ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ലോകത്തിന്റെ സംഭവങ്ങളും കൂടെ വെച്ച് നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. ലോകത്തിന്റെ ഗതി, ആ കലണ്ടർ എവിടെ ആയിരിക്കുന്നു എന്ന് നാം അറിയണം. നമ്മളറിയാം ലോകത്തിന്റെ ഗതി നമുക്കറിയാം. ഇപ്പോൾ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് എന്ത് ചെയ്യുക? അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ദൂഷകന്മാരുമായി തീരുന്ന ഒരു കാലം. ഇതുപോലൊരു കാലം വേറെ എവിടാ ഉള്ളത്? ഇതുപോലത്തെ ഒരു കാലം നമ്മൾ വിചാരിക്കുന്നു എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോ ഇതുപോലെ ഒരു കാലം എങ്ങുമില്ലാത്ത സമയമായിരിക്കുക. സ്തോത്രം. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. അപ്പൊ ഈ ദുർഘട സമയത്ത് ഒരു നേതാവ് ആവശ്യമാണ്.
അപ്പോഴാണ് അവൻ ഉപായ രൂപേണ കടന്നു വരുന്നത്. നമുക്കറിയാം, ഇപ്പൊ ഇസ്രായേല് അവരോട് യുദ്ധം ചെയ്ത സകല രാജ്യങ്ങളെയും അവർ തോൽപ്പിച്ചിരിക്കുക. നമ്മുടെ പത്രമാധ്യമങ്ങളിലൊന്നും വരുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ചില മാധ്യമങ്ങളിൽ വരുന്നൊരു കാര്യമുണ്ട്, ഇറാനിൽ ഇപ്പൊ പലയിടത്തും കറണ്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇസ്രായേൽ ചെയ്ത ആ യുദ്ധം, അവരെ കൊണ്ടിട്ട ബോംബ്, അവരുടെ കറണ്ടുകൾ ഇനി അത് ക്ലച്ച് പിടിച്ചു വരുന്ന നാളുകളായി തീരുമെന്നാ പറയുന്നത്. ഇതൊന്നും ആരും അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു നേതാവ് ആവശ്യമാണ്. ആ നേതാവിനോട് ചേർന്നാണ് ആത്മീയമായ ഒരു നേതാവ്. അതാണ് ഒരു സഭ, സംഘടന. ആത്മീയമായ ഒരു നേതാവും അവരെ പിന്താങ്ങും. നമുക്കറിയാം, ആത്മീയമായ നേതാവും അവരെ പിന്താങ്ങും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പോപ്പ് ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇസ്രായേൽക്കാരെ ചോദിച്ചൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ 1000 ചില്ലുവാനം ആളുകളെയും പിടിച്ചോണ്ട് പോവുകയും ഇപ്പോഴും ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ തടവിൽ വെക്കുകയും എവിടാണെന്ന് അറിയാൻ വയ്യാതെ അതിനെന്താ അദ്ദേഹം മറുപടി പറയാത്തതെന്ന് ചോദിപ്പാനായിട്ട് ഇടയായി തീർന്നു. ലോക സംഘടനകള്, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, അവർ പറയുന്ന കാര്യം ഇപ്പൊ ഇസ്രായേൽ അനുസരിക്കുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ എല്ലാവരും അവരെ ഒതുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ വായിക്കണ്ട, അവര് മതിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ അവരായുധം കയ്യിൽ വെച്ചുകൊണ്ടാ പണിതത്. ആയുധം കയ്യിൽ, ഒരു കയ്യിൽ ആയുധവും ഒരു കൈ കൊണ്ട് പണിയും ചെയ്യുകയായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇസ്രായേലിന്റെ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാമെങ്കിലുണ്ടല്ലോ, എല്ലാ പെൺപിള്ളാരുടെയും പുറകിൽ വലിയ തോക്ക് തൂങ്ങിക്കിടക്കുക. എല്ലാ ആളുകളുടെയും നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അവരുടെ എല്ലാ ആളുകളുടെയും അവർ ആ തോക്കുമായിട്ടാണ് നടക്കുന്നത്. എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും തോക്കുമായിട്ടാണ്. കാരണം അല്ലാതെ അവർക്ക് നിൽക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ നാം കാണുമ്പോൾ നമ്മൾ ബൈബിൾ പ്രകാരം നാം അന്ത്യത്തിലേക്ക് വരികയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സ്ത്രീ എന്ന് പറയുന്നത് മർമ്മം മഗധയാം ബാബിലോൺ തന്നെയാണ്. നാമധേയ സംഘടനകളുടേതായ അനുഭവമാണ്. മൃഗം എന്ന് പറയുന്നത് അന്തിക്രിസ്തു തന്നെയാണ്. മൃഗം അന്തിക്രിസ്തു തന്നെയാണ്. അവൻ മുമ്പേ ഉണ്ടായിരുന്നു. ഈ ദർശനം കാണുമ്പോൾ അവന്റെ വ്യാപാരമില്ല. സഭ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം അവൻ വീണ്ടും വെളിപ്പെടും. ദൈവസഭ എടുത്തുകൊള്ളപ്പെടുന്നതിന് ശേഷം അവൻ വെളിപ്പെടാനിടയായി തീരും. നമ്മൾ ഓർക്കണം, നമ്മുടെ ലക്ഷ്യം നമ്മൾ ദൈവസഭയാണ്. നമ്മൾ ദൈവസഭയുടെ അംഗങ്ങളാണ്. നമ്മൾ ഇവിടെ നിന്ന് എടുക്കപ്പെടാനുള്ളവരാണ്. നമ്മൾ ഇവിടെ എടുക്കപ്പെട്ടതിന് ശേഷമേ എതിർ ക്രിസ്തു ഇവിടെ വെളിപ്പെടത്തുള്ളൂ. എന്ന് വെച്ചാൽ അവൻ ഒരുപക്ഷെ ഉണ്ടായേക്കാം, പക്ഷെ അവന്റെ ശക്തി, അവന്റെ ആധിപത്യം, അവൻ ഭരണം നടത്തണമെങ്കിൽ നമ്മൾ എടുക്കപ്പെട്ടെങ്കിലേ, ദൈവസഭ എടുക്കപ്പെട്ടെങ്കിലേ ഉള്ളൂ. ഈ ലോക രാജ്യങ്ങളൊക്കെ നടക്കുമ്പോൾ വേറൊരു രീതി വ്യാഖ്യാനിക്കരുത്. ഒരുപക്ഷെ അവൻ ഉണ്ടായി കാണും, ജനിച്ചു കാണും. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷം, അക്ഷരീകമായ ജനനത്തിന് ശേഷം 30 വയസ്സ് കഴിഞ്ഞാണ് അവൻ എന്ത് ചെയ്തത്? പ്രവർത്തിപ്പാനിടയായി തീർന്നത്. അപ്പൊ എതിർ ക്രിസ്തു ഉണ്ടായാലും അവന്റെ ഭരണത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് അവൻ ആ രീതിയിൽ ആക്ട് ചെയ്യുന്നത്. അവന്റെ മേല് എന്ത് ചെയ്യും? ഈ പഴയ പാമ്പ്, പഴയ സർപ്പമായ അതിന്റെ ആത്മാവ് വ്യാപരിപ്പാനിടയായി തീരും. അതിനവര് ശക്തി കൊടുക്കും. അതിന്റെ ശക്തി അവന് കൊടുക്കും. കാരണം ഇതെല്ലാം ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരമുള്ള കാര്യമാണ്. മൃഗമെന്ന് പറയുമ്പോൾ അന്തിക്രിസ്തു തന്നെയാണ്. സ്തോത്രം. 2 തെസ്സലോനിയർ 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഒന്ന് നിർത്തി വായിച്ചു. 2 തെസ്സലോനിയർ 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നുവെന്ന് വെച്ച്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. സുബോധം വിട്ട് വേഗത്തിൽ ഇളകരുതെന്ന് ഏതാണ്? നിങ്ങൾ വളരെ ചിന്തിക്കണം കേട്ടോ. ഈ കാലം അപ്പുറം ഒരു വല്ലാത്തൊരു കാലമാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു മർമ്മം മനസ്സിലാകും. അത് ഒന്നുകൂടെ വായിച്ച മോളെ. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ, അതൊന്ന് അടിവരയിട്ട് ശ്രദ്ധിച്ചേ. വല്ല ആത്മാവ്. ഈ വല്ല ആത്മാവ് എന്ന് പറയുമ്പോ അത് ഏതാത്മാവാ? അത് ദുരാത്മാവാ, അല്ലാതെ പരിശുദ്ധാത്മാവല്ല.
അത് വളരെ ശ്രദ്ധിക്കണേ. നമ്മൾ വായിച്ചു വിടുമ്പോൾ ശ്രദ്ധിക്കണം. വല്ല ആത്മാവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഭോഷ്ക് പറയുന്നതല്ല. പരിശുദ്ധാത്മാവ് ഭോഷ്ക് ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഇവിടെ വല്ല ആത്മാവിനാലും വചനത്താലോ. സ്തോത്രം, ശ്രദ്ധിക്കണേ. ഈ വല്ല ആത്മാവ് എന്ന് പറയുമ്പോൾ സ്തോത്രം, നിങ്ങൾ വേറെ ഒന്നും പറയത്തില്ല. ഈ അനീഷ് കാവാലം പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അനീഷ് കാവാലം പറയുന്നത് തന്നെ ഒരു ശരിയായ കാര്യമാണ്. യോഗ്യമായ ഡ്രസ്സ് ധരിക്കാതെയും അല്ലാതെയും ഇല്ലാതെയും നമുക്ക് ആരാധിക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് സ്റ്റേജിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതൊക്കെ വല്ല ആത്മാവുമാ കേട്ടോ. നിങ്ങൾക്ക് ആമീൻ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? രവീന്ദ്രൻ ബദറെ ആമീൻ പറയാൻ പറ്റൂ? ഈ ഓടുന്നത് കാണുമ്പം നമ്മൾ വിചാരിക്കും ഇതെല്ലാം പരിശുദ്ധാത്മാവാണെന്ന് തെറ്റിദ്ധരിക്കും. എന്തിനാ ഈ ലൈറ്റ് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമാറ്റിക് ഡാൻസിന്റെ ലൈറ്റ് കൊടുക്കുന്നത് ക്രിസ്തീയ സമുദായത്തിന്റെ പ്രസംഗത്തിന്? നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇതെന്ത് ചോദിച്ചാൽ ഇപ്പോ പല ക്രൂസേഡുകളിലും കൺവെൻഷനുകളിലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സത്യം അങ്ങ് പറയുന്നതെന്നുള്ളേ ഉള്ളൂ. നേരെ പാട്ടിന് ഇങ്ങനെ നിന്ന് പാട്ട് പാടുകയും ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുകയും ചെയ്താൽ പോരെ? മനുഷ്യർക്ക് സുബോധമായിട്ട് മനസ്സിലാകത്തില്ലേ? അപ്പോ ലൈറ്റ് ഭാരത് സർക്കസ് വരുമ്പോൾ ഉണ്ടാകുന്ന സൈസ് ലൈറ്റാണ് ഇപ്പൊ ക്രൂസൈഡില്. കൺവെൻഷൻ ഉണ്ടെങ്കിൽ ആ പ്രദേശത്ത് മുഴുവൻ ലൈറ്റ് ഉണ്ട്. ചുവന്ന വയലറ്റ് ലൈറ്റ് നമ്മുടെ വീടുകൾക്കൊക്കെ ഇടുന്ന പോലെ അല്ല ഞാൻ പറഞ്ഞത്. ഇത് മാറി മാറി എന്ത് ചെയ്യും? മിന്നിക്കൊണ്ടിരിക്കും. മാറി മാറി മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാടുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ പ്രത്യേക കളറിലാ, ദൈവദൂത തുല്യമാണെന്ന് തോന്നും. കാരണം ഭയങ്കര ഇതാ. അത് അന്ന് കണ്ടൊന്ന് ആളുകൾക്ക് ഒന്നുകൂടെ കാണണമെന്ന് തോന്നിയാൽ കാണാൻ പറ്റത്തില്ല. അതിനു മുമ്പ് ലൈറ്റ് മാറും. സത്യത്തിൽ ഇതെന്താ? ഇതിനെല്ലാം എന്നെ കമ്മ്യൂണിസ്റ്റുകാരനാക്കരുത് കേട്ടോ. സത്യത്തിൽ ഇതെന്തുവാ? വല്ല ആത്മാവ്. നല്ല ആത്മാവിന് പഴയ കാലത്തെ അപ്പച്ചന്മാരുടെ യോഗത്തിനോ പഴയ കാലത്തെ അപ്പച്ചന്മാരുടെ യോഗത്തിനോ ഇതെല്ലാം ഉണ്ടായിരുന്നോ? വീമ്പിലിപ്പ് അപ്പച്ചനാന്ന് തോന്നുന്നു ഒരിക്കലും ഓർഗൻ എങ്ങാണ്ട് വായിച്ചു എന്നോട് പറഞ്ഞാ ഈ കുന്തമൊക്കെ എടുത്തോണ്ട് പോടാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവര് ഡ്രമ്മ് കൊട്ടിയാണ്. ഇവിടെ ഡ്രമ്മും ഉണ്ട്. ഡ്രമ്മ് കൊട്ടിയൊക്കെ ആ പാട്ട് പാടിക്കൊണ്ടിരുന്നേ. നമുക്ക് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാം, ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കണം. അതിൻ്റെ ഒരു താളമുണ്ട്. ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുമ്പോൾ പാട്ട് മുമ്പിൽ നിൽക്കണം, ഇൻസ്ട്രുമെന്റ് പുറകിൽ നിൽക്കണം. അങ്ങനല്ലേ? ഇൻസ്ട്രുമെന്റ് പുറകിൽ നിൽക്കണം, പാട്ട് മുമ്പിൽ നിൽക്കണം. ഇപ്പം ഇൻസ്ട്രുമെന്റ് മുമ്പിലും പാട്ട് പാടുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇൻസ്ട്രുമെന്റിന്റെ കരം കയറുമ്പം നമ്മൾ അവിടെ ലയിച്ചിരിക്കും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പാട്ട് പാടിയതിന് ശേഷം അവസാനം യോഗം തീർന്നാലും നിർത്താതെ ഇൻസ്ട്രുമെന്റ് വെച്ച് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന ഏത് ആത്മാവാ? അത് വല്ല ആത്മാവാ. നമ്മൾ വളരെ വ്യക്തമായി. അപ്പൊ ഞാനിപ്പോ പിന്മാറ്റക്കാരനാണെന്ന് നിങ്ങൾ പറയാൻ, സത്യം പറഞ്ഞ ഇതെല്ലാം ഒരു ടെക്നിക്കാ. ഇതെല്ലാം ഓരോരുത്തരും ഇതിന്റെ സംഘാടകരുടെ ടെക്നിക്കാ. ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ ഇതിന്റെ മധ്യത്തിലുണ്ട്. അവർക്ക് വല്ല സ്ഥാനമുണ്ടോ? അവർക്ക് വല്ല സ്ഥാനമുണ്ടോ? അവർക്ക് ആർക്കും ഒരു സ്ഥാനവും ഇല്ല. സ്തോത്രം, ഹല്ലേലൂയ. യോഗ്യമായി വസ്ത്രം ധരിക്കാതെ പാടുന്ന പാട്ടുകളെല്ലാം അവരുടെ മേൽ വ്യാപരിക്കുന്നത് വല്ല ആത്മാവുമാണ്. അല്ലാതെ നല്ല ആത്മാവ് അവരുടെ മേൽ വ്യാപരിക്കത്തില്ല. പരിശുദ്ധാത്മാവ്, ഇവിടെ ഏതോ സ്കിറ്റൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ്, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ഇറങ്ങി വസിക്കണമെങ്കിൽ വിശുദ്ധി ഉള്ളിടത്തെ വസിക്കത്തുള്ളൂ. വിശുദ്ധി ഇല്ലാത്തടത്ത് പരിശുദ്ധാത്മാവ് വസിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തേച്ച് വന്നിരുന്നാൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടാകത്തില്ല. അതിനകത്ത് വല്ല ആത്മാവാണ്. പരിശുദ്ധാത്മാവിനെതിരെ നമുക്ക് ദൂഷണം പറയാൻ നമുക്ക് അവകാശമില്ല കേട്ടോ. യേശു കർത്താവ് പറഞ്ഞു, യേശുവിനെ കുറിച്ച് പോലും പറഞ്ഞാൽ എന്ത് ചെയ്യും? ക്ഷമിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൂഷണം പറയുന്നവർക്ക് ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും എന്ത് ചെയ്യത്തില്ല? അവരോട് ക്ഷമിക്കത്തില്ല. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ എത്ര പേര് ഉൾക്കൊള്ളുന്നുണ്ടെന്ന് അറിയത്തില്ല. ചില കൊച്ചു പിള്ളേരെ സ്റ്റേജിൽ കയറ്റി നമ്മളും ആമീനും പറയും, കൈയൊടിക്കും. പക്ഷെ അവരിതെല്ലാം കാണാതെ പഠിച്ച് ബൈഹർട്ടായിട്ട് വീട്ടിൽ ഇരുന്ന് പഠിച്ച് അമ്മയും അപ്പനെയും കൂടെ പറഞ്ഞു കേൾപ്പിച്ച് പഠിച്ച് അവര് തള്ളുന്ന തള്ളായത്. നിങ്ങൾ മനസ്സിലാക്കണം. പാസ്റ്റർ റിബലായെന്ന് നിങ്ങൾ പറയും. വാസ്തവത്തില് വിവേചനപരമുള്ള ഒരാൾക്ക് എന്ത് മനസ്സിലാവും? ഇതെല്ലാം മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ വിവേചനപരം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ കാണുമ്പോഴും
എല്ലാം വിവേചന വരെ നമുക്കുണ്ടാകണം, വിവേചന വരെ ഉണ്ടാകണം എല്ലാം. ഇനി ആരെങ്കിലും ഒരു നെഗറ്റീവായിട്ട് നിന്നോട് പ്രവചനം പറഞ്ഞാല് അതോർത്ത് നീ പേടിക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ തന്നെയോ എന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണം. അവരുടെ കയ്യിലല്ല നമ്മുടെ ഭാവി ഇരിക്കുന്നത്. നമ്മുടെ ഭാവി നമ്മുടെ കർത്താവിന്റെ കയ്യിലാ. അവന്റെ ഉള്ളംകരങ്ങളിലാണ് നാം ഇരിക്കുന്നത്. കർത്താവിന്റെ ഉള്ളംകരങ്ങളിലായിരിക്കുന്നത്, അല്ലാതെ വേറൊരാളുടെ കയ്യിലല്ല നമ്മുടെ ഭാവി. നമ്മൾ പ്രാർത്ഥിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാം നല്ല കാര്യം തന്നെയാ. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ അത് അങ്ങനെ ഭവിക്കുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. നമ്മൾ ചില കാര്യം തൻ്റെ അടുത്തോളം പറയണം. ഞാൻ പണ്ടൊരിക്കലും ഓർപ്പിച്ച, എന്നെ സ്നാനപ്പെടുത്തി എൻ്റെ അമ്മയുടെ മൂത്ത ആങ്ങളെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സ്ഥലം റാന്നിയിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥലത്തു നിന്ന് അദ്ദേഹം ഒരു 10 സെന്റ് സ്ഥലം IPCക്ക് വേണ്ടി കൊടുത്തു. ഇദ്ദേഹം ന്യൂ ഇന്ത്യയുടെ ആളാ, ന്യൂ ഇന്ത്യയുടെ പാസ്റ്ററാണ്. IPCക്ക് വേണ്ടി കൊടുത്തു. പക്ഷെ ഇദ്ദേഹം യോഗത്തിന് പോകുന്നത് ന്യൂ ഇന്ത്യയിലിട്ടാ, അങ്ങോട്ട് പോകും. അപ്പൊ ഇവരുടെ പറമ്പിന്റെ മുകളിൽ തന്നെയാണ് IPC ഇരിക്കുന്നത്. പുള്ളി ന്യൂ ഇന്ത്യയിലെ പാസ്റ്ററാണ്. ഒരു ദിവസം IPCയിലെ ന്യൂ ഇന്ത്യ അവിടുത്തെ പാസ്റ്റർമാമ വന്ന്, അച്ഛാ കുഞ്ഞുച്ചായ എന്നാ വിളിക്കുന്നത്, കുഞ്ഞുച്ചാ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു, കുഞ്ഞുച്ചാൻ ഇനി ഇവിടെ കൂടേണ്ടതെന്ന്. എവിടാ? അടുത്തടുത്താ കൂടേണ്ടത്. കുഞ്ഞുച്ചാൻ ചോദിച്ചു, എൻ്റെ പൊന്നു സഹോദരി, ഈ ദൈവാത്മാവ് വന്നപ്പോൾ ഇതിലേ അല്ലേ അങ്ങോട്ട് വന്നത്, എന്നിട്ട് എന്നോട് പറയാതെ നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വന്നു. എന്നോട് പറയാതെ നിന്നോട് വന്ന് പറഞ്ഞത്. പുള്ളിക്കാരി പുളി കുടിച്ചങ്ങ് പോയി. സ്ഥലവും കൊടുത്തു, ഓടും പണിത് കൊടുത്തു, എല്ലാം കൊടുത്തു. അപ്പൊ ഇനിയും ദശാംശവും സ്തോത്രകാഴ്ചയും ഒക്കെ കൂടെ ഇനി എന്ത് ചെയ്യണം? ഇവിടെ വീഴണം. ഇഷ്ടം പോലെ ഷീറ്റൊക്കെ ഉള്ളതാണ്. നമ്മുടെ സേറാമോടെ വല്യപ്പന്റെ കാര്യം പറഞ്ഞു, അപ്പന്റെ ചേട്ടൻ. അപ്പോ അതിനുള്ള തന്ത്രം അതെന്താക്കുവാണ്? അത് പ്രവചനമാക്കുകയാണ്, ദർശനമാക്കുകയാണ്, ആലോചനയാക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ സ്വയം നന്മയ്ക്ക് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ദർശനമാണ്, വെളിപ്പാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ശിക്ഷയുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, ചിലപ്പോൾ ദൈവം നമ്മളെ ഓരോ കാര്യം കാണിക്കാറുണ്ട്. കാണിച്ച കാര്യം കാണിച്ച പോലെ പറയണം, നല്ല കാര്യമാണ്. പക്ഷെ അത് കാണിക്ക കിട്ടാൻ വേണ്ടി ആയിരിക്കരുത് പറയുന്നത്. അതാണ് വ്യത്യാസം. നമ്മൾ അത് കിട്ടാൻ വേണ്ടി ആയിരിക്കരുത് പറയേണ്ടത്. സ്തോത്രം. ദൈവം നമ്മളെ ദർശനം കാണിക്കും, സ്വപ്നം കാണിക്കും, ചില കാര്യങ്ങൾ കാണിക്കും. ഇതൊക്കെ ഉള്ള കാര്യമാണ്. വെളിപ്പാട് കാണിക്കും, ഇതെല്ലാം ഉള്ളതാണ്. നമ്മള് വിശേഷാൽ പ്രവചനപരം വാഞ്ചിപ്പിന്നെന്നാ പറയുന്നത്. അതൊന്നും തെറ്റുള്ള കാര്യമല്ല. പക്ഷെ ഇത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ വല്ല ആത്മാവിനാലും വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവത്തിൽ. സ്തോത്രം. വേറെ ആളുകളും ഇങ്ങനെ എഴുതാം. ഇതാണ് അപ്പോക്രിഫ പുസ്തകം എന്ന് പറയുന്നത്. മനസ്സിലായോ? പൗലോസ് പറയുന്നതാണ് ലേഖനത്താലോ. അപ്പോക്രിഫ പുസ്തകം വരുമ്പോ ഇന്ന് കാണിക്കുന്ന എല്ലാ കാര്യവും അനുവദിക്കാനുള്ള കാര്യമുണ്ട്. അപ്പൊ പൗലോസ് പറഞ്ഞു, വല്ല ലേഖനത്താലോ ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവത്താലോ എന്ത് ചെയ്യരുത്? സുബോധം വിട്ട് വേഗത്തിൽ ഇളകരുത്. സുബോധം വിട്ടു പോകരുത്. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സുബോധം നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. ഹല്ലേലൂയ. സുബോധം പോകരുത്. എന്തെങ്കിലും ഒരു കാര്യം കേട്ട് അതാ ശരി ഇതാ ശരി എന്ന് പറഞ്ഞ് നമ്മൾ ഓടരുത്. ദൈവാത്മാവ് അവന്റെ അഭിഷേകം നമ്മളിൽ ഉള്ളത് കൊണ്ട് അത് നമ്മളെ നന്നായി നടത്തും. നമ്മുടെ സുബോധം വിട്ടു പോകരുത്. എന്തെങ്കിലും അടുത്ത് ഒരു ചുവന്ന പശുക്കിടാവ് ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടരുത്. കർത്താവ് വരുന്നതിന്റെ അടയാളമാണെന്നും പറഞ്ഞു. അപ്പോ ഇതെല്ലാം പല കാര്യങ്ങള്. ഹല്ലേലൂയ. ചില സമയത്ത് ഞാൻ മാധ്യമങ്ങൾ നോക്കാറുള്ള ആളാണ്. ആകാശത്ത് ഈ മേഘമൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഇതൊക്കെ വരും. അതെല്ലാം കൂടെ ഫോട്ടോ ഒക്കെ ആക്കി അതിന് കർത്താവ് വരുന്ന പോലെയൊക്കെ ആക്കി അതിന് ഭയങ്കര കമന്റ്, ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. നമ്മൾ ഇതൊന്നും കണ്ടെന്ത് ചെയ്യരുത്, ഇളകിപ്പോയി. ഇതാ കർത്താവ് ഇവിടെയെന്നോ അവിടെയെന്നോ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഓടരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഓരോരുത്തരും മുതലെടുപ്പിന് വേണ്ടി മാത്രം മീറ്റിംഗ് നടത്തുന്ന ആളുകളുണ്ട്. മുതലെടുപ്പ്, ലാഭക്കച്ചവടം, പിന്നെ കണക്കിപ്പെടാത്ത കാശ് തീർത്ത് കളയാനുള്ള മാർഗം. എന്നിട്ട് വിശ്വാസികളെല്ലാം ഒച്ചനിച്ച് നിൽക്കുന്ന കാര്യമുണ്ട്. കോടികള് ചില യോഗങ്ങൾക്ക് മുടക്കാറുണ്ട്. യോഗത്തിന്റെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ഈ കോടികൾ എവിടെ നിന്നുണ്ടായതാ? സ്തോത്രകാഴ്ചയിൽ നിന്നും ഉണ്ടായതല്ല. ഇവരുടെ കയ്യിലുള്ള പണമെല്ലാം തീർക്കണമെങ്കിൽ, ഇത് കൊടുക്കണമെങ്കിൽ പന്തൽ ഇത്ര ലക്ഷം,
അത് ഇത്ര ലക്ഷം, അതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് കൊടുത്തു തീരും. ഇങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനെല്ലാം നമ്മൾ ദൈവത്തോട് കണക്ക് പറയണം. അതുകൊണ്ട് എല്ലാം ദൈവാത്മാവിന്റെ നിയോഗമാണെന്നും എല്ലാം ശരിയാണെന്നും നമ്മൾ വിചാരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഞങ്ങളുടെ ഇപ്പം പാസ്റ്റർമാരെ കുറ്റം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ഈ കൺവെൻഷൻ സ്റ്റേജുകളിൽ ചില സ്റ്റേജുകളിൽ ചെന്ന് നോക്കണം. പ്രസംഗിക്കുന്നവനും പോകുന്നവനും ഭയങ്കര വർത്താനമാണ്, മറ്റവനും വർത്താനമാണ്, അവർ പൊട്ടിച്ചിരിയാണ്. ചില സമയത്ത് നോക്കണം, ഇവിടെ പാട്ടും സമർപ്പണവും എല്ലാം ആണെന്ന് പറഞ്ഞാലും അവരവിടെ ഇരുന്ന് ഞങ്ങൾ ഉൾപ്പെടെ പൊട്ടിച്ചിരിക്കുക ഇതെല്ലാം. കാരണം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന പ്രസംഗമുണ്ട്. ഇത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അവതരിപ്പിക്കാൻ പറ്റും. കിഴിമുറി സഭ ആത്മീയവുമായിട്ട് വളർന്നു വരാൻ വേണ്ടി ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാവരെയും വിമർശിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. ഇതൊന്നും മനസ്സിലാക്കണം. അന്നേച്ച് സ്റ്റേജിൽ കയറിയിരിക്കുമ്പോൾ നിങ്ങൾ സ്വത്രം പറ, ഹല്ലേലൂയ പറ, കൈ ഉയർത്തിപ്പിടി, കൈ താത്തിപ്പിടി, കൈ കൊടുക്ക്, എല്ലാം പറയുമ്പോൾ അത് അതിൻ്റെതായ ഒരു ഡിപ്ലോമസിയാണ്. സ്തോത്രം. അങ്ങനെ ചെയ്തെന്നോർത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ, ചെയ്തെന്നോർത്ത്. പക്ഷേ അത് അവരുടെ സ്തോത്രം. തെക്കൻ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ യോഗ എറിച്ചെന്ന് വരാൻ വേണ്ടിയാ. എറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായെന്ന് വരാൻ വേണ്ടി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള വല്ല ലേഖനത്താലോ വായിച്ചേ, ആത്മാവിനാലോ വചനത്താലോ, ആത്മാവിനാലോ വചനത്താലോ, ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ, ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും. വേഗത്തിൽ ഇളകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നാടൻ പഴഞ്ചൊല്ല അങ്ങ് പറയുക, ക്ഷമിക്കണം കേട്ടോ. നാടൻ പഴഞ്ചൊല്ല, കാള പെറ്റേന്ന് കേട്ടാൽ കയർ എന്ത് ചെയ്യരുത്, എടുക്കരുത്. അപ്പൊ അത് ഇന്ന് പക്ഷെ കാള പറ്റേന്ന് കേട്ടാൽ ഉടൻ തന്നെ ഓട്ടമാണ് കയറ് മേടിക്കാനും അത് പറ്റാനും. കാരണം എന്താ, നമുക്കൊരു ലക്ഷ്യമില്ല, നമുക്കൊരു ചിന്തയില്ല. എല്ലാ മൂക്കിൽ ശ്വാസമുള്ളവനും മൂക്കിൽ ശ്വാസം, അവന്റെ ശ്വാസം പോയാൽ പിന്നെ തീർന്നു. നമ്മൾ ഇപ്പൊ ടാറ്റായും ബിർളായും ഇങ്ങോട്ട് വന്നാൽ നമുക്കൊന്നും തോന്നത്തില്ല കേട്ടോ. അദാനി വന്നെന്ന് പറഞ്ഞാൽ നമുക്കെന്തോ തോന്നാനാ? നമുക്കൊന്നും തോന്നത്തില്ല. സ്തോത്രം. നയമാൻ ഏലീശയുടെ അടുക്കലോട്ട് വന്നായിരുന്നു. ഏലീശ ഇറങ്ങിച്ചെന്നോ? ഏലീശ ഇറങ്ങിച്ചെന്നില്ല. നയമാന്റെ കൊടുക്കാൻ ഒത്തിരി ഉണ്ട്, പക്ഷേ ഏലീശ ഇറങ്ങിച്ചെന്നില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ദൈവവാസം പറഞ്ഞ പോലെ, എന്നാൽ ആ മരിച്ചുപോയ കത്രിദാസന്റെ വിധവ ചെന്നപ്പോഴോ അവൻ ഇറങ്ങിച്ചെന്നു. നിന്റെ വീട്ടിൽ എന്തുണ്ടെന്ന് ചോദിച്ചു. എന്റെ വീട്ടില് ഒരു ഭരണി എണ്ണയുണ്ടെന്ന് അവള് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പോയി എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങളുമായിട്ട് പോയിട്ട് വെറും പാത്രം വായ്പ വാങ്ങിക്കാൻ പറഞ്ഞു. വെറും പാത്രം വായ്പ വാങ്ങിക്കാൻ പറഞ്ഞു. അവര് വെറും പാത്രം വായ്പ വാങ്ങിച്ചു. ഹല്ലേലൂയ. നമ്മൾ അതിനകത്തൊന്നും ഒരു ദൂത് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ അയലോക്കത്ത് എന്ന് ചോദിച്ചാൽ ഒരു കട്ടോരിയെങ്കിലും കിട്ടുമോ? അയലോക്കത്ത് എന്ന കട്ടോരി എന്ന് വെച്ചാൽ ചെറിയ സാധനം, ഈ പാത്രം കൂട്ടുന്ന സ്റ്റീലിന്റെ കറി കൂട്ടുന്ന സാധനം. അയലോക്കത്ത് എന്നൊരു സാധനം ചോദിച്ചാൽ കിട്ടുമോ? നമ്മൾ താമസിക്കുന്നിടത്ത് അയൽവക്കക്കാരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകണം. അയൽവക്കത്ത് നിന്ന് ഇപ്പൊ ഈ പാത്രം വെറും പാത്രം മേടിക്കാൻ ദൂരോട്ട് പോകാൻ പറ്റുമോ? അയൽവക്കത്ത് എന്ന് വാങ്ങിക്കാനുള്ള ആ ഒരു ആർജവം നമുക്ക് വേണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം. ഏലീശ പറഞ്ഞ പോലെ അവൾ ചെയ്തു. നമ്മുടെ വിഷയം അതല്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഇവിടെ പറയുകയാണ്, വായിച്ചോ. സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകരുത്. സ്തോത്രം. എന്തെങ്കിലും അത്ഭുതം എവിടെങ്കിലും നടന്നെന്നോർത്താൽ ഞെട്ടിപ്പോകരുത്. ഹല്ലേലൂയ. ഞെട്ടിപ്പോകരുത്. സ്തോത്രം. കോട്ടയത്ത് നടന്ന മീറ്റിങ്ങിനകത്ത് ഇതെല്ലാം കൂടെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഒരു വീൽ ചെയറെ വന്നൊരു കൊച്ചു അവിടെ ഇരുന്നു. കുറെ നേരം അവരിവിടെ കാണിച്ചു. ഇവർ ഭയങ്കര പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു. അവസാനം ഞാനും വിചാരിച്ച് നടക്കും, കാരണം ഇവരുടെ പ്രവൃത്തിയൊക്കെ കണ്ടപ്പോൾ നടക്കുമെന്ന് ഓർത്തു. പക്ഷെ അവസാനം ക്യാമറക്കാർക്ക് മനസ്സിലായി ഒന്നും നടക്കത്തില്ല. എന്നിട്ട് അവരതങ്ങ് തിരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവരതങ്ങ് തിരിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞത് സ്തോത്രം, ചിലയിടത്ത് കൂലി കൊടുത്ത് നിർത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്, സൗഖ്യമായെന്ന് പറയാൻ. ഞാൻ മനസ്സിലാക്കിയേക്കുന്ന കാര്യമാണ്. കൂലി കൊടുത്ത് മുല്ലക്കരയുടെ യോഗത്തിനകത്ത് സ്ഥിരം ഒരു ഭൂതം കയറുന്ന പെണ്ണുപിള്ളയുണ്ട്. അലറും, നാക്കെല്ലാം കൂടെ എന്ത് ചെയ്യും, പുറത്തൊഴി. പ്രത്യേക ട്രെയിനിങ് കൊടുത്ത് നിർത്തിയേക്കുന്ന നാക്കെല്ലാം കൂടെ എന്ത് ചെയ്യും, പുറത്തോട്ട് തള്ളും. അപ്പോ ഇത് എന്താ സംഭവം? പ്രിയമുള്ളവർ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും കണ്ട് എന്ത് ചെയ്യരുത്,
ദൈവമക്കൾ എന്ത് ചെയ്യരുതെന്നാ പറഞ്ഞേ? ഞെട്ടിപ്പോകരുത്. ദൈവമക്കൾ ഞെട്ടിപ്പോകരുത്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ദൈവമക്കൾ ഞെട്ടിപ്പോകരുത്. സ്തോത്രം. ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്. ഹല്ലേലൂയ. കർത്താവ് നല്ലതിനെയും തീയതിനെയും വേർതിരിക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, വീശുമുറം എൻ്റെ കയ്യിൽ ഉണ്ട്. വീശുമുറം കർത്താവ് വീശിയാൽ തീർന്നില്ലേ? വീശുമുറം, ഹല്ലേലൂയ, വീശുമുറം അവന്റെ കയ്യിലുണ്ട്. ഈ കൃഷിക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. എന്റെയൊക്കെ ചെറുപ്പത്തിൽ കറണ്ടും ഇല്ല, വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു, തറവാട്ടിലൊന്നും. കൃഷിയുണ്ട്. അപ്പോൾ നെല്ല് പതിര് പിടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നെല്ല് പതിര് പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കൂട്ടിയിട്ട് മിറ്റിൽ പോലെ കൂട്ടുക, എന്നിട്ട് കൊട്ട കോരി ഒരു 3 മണി കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കുക. നിന്നിട്ട് കാറ്റ് വരുന്നതിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യും? ഇങ്ങനെ വരും. കാറ്റ് വരുന്നതിൻ്റെ അനുസരിച്ച് ഇടും. 2 പേര് അപ്പുറം ഇപ്പുറം നിൽക്കും. ആളുകൾ കോരി കൊടുക്കാനുണ്ട്. അത് ഇടാനൊരു പരിചയം വേണം. എനിക്കൊക്കെ പരിചയമുണ്ട് കേട്ടോ. അത് ഇടാനൊരു പരിചയം വേണം. അപ്പോൾ അതിൻ്റെ വന്നല അങ്ങ് പോകും. എന്നിട്ട് അടിച്ചു മാറ്റും. സ്തോത്രം. ഇതെപ്പം ഇത് പറഞ്ഞാലും ഞാൻ എൻ്റെ മനസ്സിലേക്ക് അത് വരും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. കർത്താവ് ഒന്ന് പാറ്റുമ്പോൾ സ്തോത്രം നല്ല മണിയായിട്ട് തീരണം. ഹല്ലേലൂയ. ഞാനിപ്പോൾ ചിലപ്പോൾ ഈ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് ഈ വലിയ വേദനയുള്ള മരണമൊന്നും തരരുതെന്ന്. ഈ വണ്ടി ഒക്കെ ഇടിച്ച് മരിക്കുന്നവരുടെ കാര്യം കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കാരണം നമ്മുടെ കാല് എവിടെയെങ്കിലും ഈ ടൈലിൻ്റെ അറ്റത്തൊന്ന് മുട്ടിയാൽ തന്നെ എത്ര നേരം ഇരുന്നാൽ അതിൻ്റെ വേദനയൊന്ന് പോകുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഈ വണ്ടി മുട്ടുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തെ അവസ്ഥ, പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിപ്പോ വായിച്ചത് സ്തോത്രം. അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യരുത്? ഞെട്ടിപ്പോകരുത്. ഇവിടെ യോഹന്നാൻ ശ്ലീഹ ഇതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. യോഹന്നാന്റെ കാലം 1 യോഹന്നാൻ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. ആ ഭാഗം കളയരുത്. അതോടെ പറഞ്ഞിട്ട് വായിച്ച വാക്യം പിന്നെയും വായിക്കണം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. കുഞ്ഞുങ്ങളെ, യോഹന്നാൻ പോലും വായിച്ചു, ഇത് അന്ത്യനാഴികയാകുന്നു. സ്തോത്രം. അവിടെ കുറെ അന്ത്യക്രിസ്തുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കർത്താവിന് ഈ നമ്മൾ പറഞ്ഞ ഈ ആന്റി ക്രൈസ്റ്റ് അല്ലത്. അവിടെ വായിച്ച നമ്മള്, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുക. സ്തോത്രം. എതിർക്രിസ്തു ഒരുത്തനേ ഉള്ളൂ. എതിർക്രിസ്തു വരുന്നെന്ന് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. എതിർക്രിസ്തു ഒന്നേ ഉള്ളൂ കേട്ടോ, ആന്റി ക്രൈസ്റ്റ്. ഈ ആന്റി ക്രൈസ്റ്റ് എന്നുള്ളതിനാണ് നമ്മൾ അന്ത്യക്രിസ്തു എന്ന് പറയുന്നത്. അപ്പൊ എതിർക്രിസ്തു വരുന്നെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം എഴുന്നേറ്റിരിക്കുന്നതും ഒക്കെ എന്തുവാ? എതിർക്രിസ്തുക്കളാ. ഇന്ന് ഉള്ള ആത്മീയ ഗോളത്തിലേതും പലതും എതിർക്രിസ്തുക്കളാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എന്നെ സസ്പെൻഡ് ചെയ്യും ചിലപ്പോൾ. ആത്മീയ ലോകത്തിൽ യോഹന്നാൻ പറയുക, കുഞ്ഞുങ്ങളെ, എന്താണ് ഇത്? അന്ത്യനാഴികയാണ്. എതിർക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എതിർക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുക. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്ന അന്ത്യനാഴികയാകുന്നുവെന്ന് നമുക്കറിയാം. അനേക എതിർക്രിസ്തുക്കൾ. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞു തരട്ടെ. എന്താ ഈ എതിർക്രിസ്തുക്കൾ എന്ന് പറഞ്ഞാൽ? കർത്താവിന്റെ വചനം പിടിക്കുകയും പുസ്തകം പിടിക്കുകയും സുവിശേഷം നടത്തുകയും പ്രസംഗം നടത്തുകയും എല്ലാം ചെയ്തേച്ചും കർത്താവ് പറഞ്ഞ പോലെ ജീവിച്ചില്ലെങ്കിൽ അത് ഏത് ക്രിസ്തുവാണ്? ഏത് ക്രിസ്തുവിന്റെ സ്വഭാവമാണ്? കർത്താവ് പറഞ്ഞ മാതിരി നമ്മൾ പോയില്ലെങ്കിൽ, കർത്താവ് പറഞ്ഞ രീതിയിൽ പോകാതെ നമ്മൾ എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, സ്തോത്രം, ഹല്ലേലൂയ, എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാലും നമ്മൾ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിലാ പോകുന്നത്. കർത്താവിന്റെ കാര്യം എന്നാ? കർത്താവ് പറഞ്ഞു, ഞാൻ താഴ്മയും വിനയമുള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. നമുക്ക് എത്ര പേർക്കുണ്ട് താഴ്മ? ഹല്ലേലൂയ. നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആരെയും മുറിപ്പെടുത്താനോ വേദനപ്പെടുത്താനോ ഒന്നും പോകരുത്. നമുക്ക് ചിലപ്പോൾ വിഷമം പ്രയാസമൊക്കെ വരും. നമ്മളെ ആളുകൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ നമുക്ക് പ്രയാസം തോന്നും. ഹല്ലേലൂയ. നമുക്ക് പ്രയാസം തോന്നും. ഹല്ലേലൂയ. ഒത്തിരി ഉദാഹരണം പറയാനുണ്ടെങ്കിലും ചില ആളുകൾ സഹോദരങ്ങളുടെ വീട്ടിലേക്ക് എന്നാൽ അവർ മൈൻഡ് ചെയ്യുകയല്ല. ഇറങ്ങിപ്പോകുന്ന റോഡിന്റെ അവിടെ വരുമ്പോഴത്തേക്ക് ചായ ഇട്ടിട്ടുണ്ടോ എന്ന് പറയും. അപ്പം മിടുക്കനാണെങ്കിൽ ചായ നിങ്ങൾ കുടിച്ചോളാൻ പറഞ്ഞേച്ച്
പോരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വേദനകൾ വരുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ വഴിയെ പോവുക. കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങളെ ഒരു പട്ടണത്തിൽ നിന്ന് ഓടിച്ചാൽ അതിൽ നിന്ന് ഓടിപ്പോകാൻ പറഞ്ഞു. ഇപ്പൊ നമ്മളെല്ലാം കരം കൊടുത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു ഒരു കർണത്തിനടിച്ചാൽ മറ്റേ കർണം കൂടെ. നിങ്ങളിപ്പോ ചോദിക്കും പാസ്റ്റർ എന്നാ ചെയ്യുമെന്ന്. അതാകുമ്പോ അന്നേരം പറയാം. കാരണം ഒരു കർണത്തിനടിച്ചാൽ മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കണമെന്നാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലൈനിലേക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ പോകണമെന്ന് ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മളെക്കുറിച്ച് ഒരു ക്വാളിറ്റി ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കൊന്നുമില്ലേലും ആ ക്വാളിറ്റിയിലാണ് കാര്യം. ഹല്ലേലൂയ. ഞാൻ പണ്ട് പ്രസംഗിച്ചിട്ടുള്ളതാ. ആദ്യകാലത്ത് പെന്തക്കോസ്ത് വരുമ്പോൾ ആളുകൾ ചുരുക്കമാണ്. അന്ന് ഈ കുട്ടനാടൻ പ്രദേശത്തൊക്കെ ഈ പുല്ല് ചെത്തിക്കൊണ്ട് ആളുകൾ വരും. പണി കഴിഞ്ഞേച്ച് വരുമ്പോൾ പുല്ല് ചെത്തി, നല്ല നീളത്തിലുള്ള പുല്ല് ചെത്തി കയറെ കെട്ടി കൊണ്ടുവരും. അപ്പോൾ ഈ സാധാരണക്കാരായ ആളുകൾ, പുല്ല് എത്താൻ പോകാൻ പറ്റുകയില്ലാത്ത ആളുകൾ അവരുടെ നിന്ന് മേടിക്കും. അപ്പോൾ 50 പൈസ, 25 പൈസ, 75 പൈസ അങ്ങനെയൊക്കെ ഉള്ളൂ, അത്രേ ഉള്ളൂ. കാരണം 25 പൈസ എടുത്താൽ ഒരു വട്ട ചാള കിട്ടുന്ന കാലം. അപ്പം അവര് ഒരു തള്ള, വിശ്വാസി തള്ളയാണ്. അപ്പൊ വിശ്വാസി തള്ള പുല്ലും വെട്ടിക്കൊണ്ട് വരുമ്പോൾ അവര് ഒരു പുള്ളി വില പറഞ്ഞു, 75 പൈസ എന്താണ്ട് പറഞ്ഞു. ചേട്ടാ തരത്തില്ലെന്ന് പറഞ്ഞു. അന്നുവെച്ച് പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ചേട്ടാ ഇത് കുറച്ചുകൂടെ അങ്ങേ കവല വരെ 1 കിലോമീറ്റർ അപ്പുറം വരെ ചോദിച്ചോണ്ട് പോട്ടെ, ആരെങ്കിലും മേടിച്ച്. ഈ വില കൂടുതൽ ആരും തന്നില്ലെങ്കിൽ ഞാൻ ചേട്ടന് കൊണ്ടുവന്ന് പുല്ല് തിരിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പോയി. അവരടുത്ത് ചുരുക്കം പറയും, ഇവിടുന്ന് രാമംഗലം വരെ നടന്നു. എല്ലാവരും ഇതിൽ താത്തിയാ പറഞ്ഞേ. ഈ വില കൂട്ടി ആ വില തന്നെ പറഞ്ഞവരുണ്ട്. ആ വില തന്നെ പറഞ്ഞു, അതിൽ കൂട്ടി ആരും പറഞ്ഞില്ല. പുള്ളിക്കാരി ആ പുല്ല് അവിടുന്ന് ചുമന്ന് 1.5 കിലോമീറ്റർ തിരിച്ചു ചുമന്ന് ഈ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. എന്നെ ചേട്ടാ ഇന്ന ചേട്ടൻ. അവിടെ ചെന്നപ്പോഴും 75 പൈസ പറഞ്ഞുള്ളൂ. നമ്മളാണ് എന്തോ ചെയ്യും? നമ്മളാണേൽ ആ 75 പൈസ, ഞാൻ കേട്ടിട്ടുള്ള സാക്ഷ്യമാണ്, നമ്മളാണേൽ ഇനി ഈ 1.5 കിലോമീറ്റർ അങ്ങോട്ട് നടക്കാതെ ആ 70 ദൈവസന്നിധി നീതിയല്ലേ വയ്യോളം പടുതേച്ച് വന്നിപ്പോൾ. പക്ഷെ അവര് അന്നത്തെ വിശ്വാസി എന്ന് പറഞ്ഞാൽ 100 മാറ്റാ. നിങ്ങൾക്കാരും സ്വത്രം പറയുന്നില്ലല്ലോ. ആ പറഞ്ഞ വാക്ക് 100 മാറ്റാ. അവര് തിരിച്ചു വന്നു. ഗുണം എന്നാ കിട്ടിയെന്നറിയാവോ? ആ മനുഷ്യൻ ഇവള് പിൻപറ്റിയ ദൈവത്തെ പിൻപറ്റി. അവരൊക്കെ പെന്തക്കോസ് സഭയുടെ തൂണുകളായി. ആ അപ്പച്ചനും ആ പുല്ല് മേടിച്ചവര്. ആ പുല്ല് മേടിച്ച വ്യക്തിക്ക് മനസ്സിലായി, പാവപ്പെട്ട സ്ത്രീ, കർഷക തൊഴിലാളി സ്ത്രീ, അവര് അധ്വാനിച്ചതിന് ശേഷം വൈകിട്ട് ഈ പുല്ലും കൊണ്ട് ചുമന്നിട്ട് ഈ ചുമന്ന് ഇവിടെ കൊണ്ടുവരുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു ജീവനുണ്ട്, സത്യദൈവത്തെയാണ് അവൾ സേവിക്കുന്നത് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായി. ആ കുടുംബം രക്ഷിക്കപ്പെട്ടു. ഇവൾ 1.5 കിലോമീറ്റർ തിരിച്ചു നടന്നാലും സ്തോത്രം ശ്രദ്ധിക്കപ്പെട്ടോ. ഇവിടെ ക്രൂസൈഡ് നടത്തിയ ഒരാൾ രക്ഷിക്കപ്പെടുകയല്ല, ഇവളുടെ പ്രവൃത്തി കൊണ്ട് എന്ത് ചെയ്തു? രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് പത്രോസ് ഒരിക്കൽ പറഞ്ഞു, സഹോദരിമാരോട് പറയുകയാണ്, നിങ്ങളിൽ വല്ലവരോടും നിങ്ങളുടെ ഭർത്താക്കന്മാര് വചനം അനുസരിക്കാത്ത പക്ഷം നിങ്ങൾ എന്തോ ചെയ്യണം? അവരെ ഡൈവോഴ്സ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്താ പത്രോസ് പറഞ്ഞത്? നിങ്ങളുടെ പത്രോസിന്റെ ലേഖനത്തിലുണ്ട്, നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടറിഞ്ഞ് അവര് ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ നല്ല നടപ്പ് കണ്ട്, ഹല്ലേലൂയ, നിങ്ങളുടെ നല്ല നടപ്പ് കണ്ട്. ഇന്ന് ഒരുത്തൻ വിശ്വാസത്തിൽ വരാതിരുന്ന അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ കേസ് കൊടുക്കുക, ഡൈവോഴ്സ് ചെയ്യാനുള്ള നോട്ടീസ് കൊടുക്കുക, അടുത്ത പരിപാടിയാ. പക്ഷെ വചനം എന്താ പറഞ്ഞത്? നിങ്ങള് ഇനി അവരങ്ങനെ ഉപദ്രവിക്കും, ചിലപ്പോൾ തല്ലിയെന്ന് വരും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങളുടെ നല്ല നടപ്പ് കണ്ട് ചേർന്ന് വരുവാൻ എന്ത് ചെയ്യും? ഇടയാകും. നിങ്ങളുടെ നല്ല നടപ്പ്. അപ്പൊ ഈ നല്ല നടപ്പെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിലേക്ക് നമ്മൾ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ വർഷങ്ങളിലൊക്കെ നമ്മൾ തികഞ്ഞ ഒരു ആത്മീയരാകാൻ ഞാനും നിങ്ങൾ ഒരുപോലെ ശ്രമിക്കണം. എനിക്കും ചിലപ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെ വരും. അപ്പൊ ഞാനും ശ്രമിക്കണം, എല്ലാവരും ശ്രമിക്കണം. ഇത് മധുഹായി മുതൽ തുടങ്ങട്ടെന്ന് പറഞ്ഞ പോലെ പ്രസംഗപീഠം മുതൽ തുടങ്ങണം ഇത്. കാരണം എന്നാ ചോദിച്ചാൽ നമ്മളൊക്കെ ഒത്തിരി ക്രമീകരിക്കപ്പെടാനുണ്ട്. സ്തോത്രം. സ്തോത്രം. ആ 2-ാം അധ്യായം മുമ്പേ വായിച്ച വാക്യം, 3-ാമത്തെ വാക്യം, 2 തെസ്സലോനിക്കർ 2:3. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നുവെന്ന് വെച്ച് നിങ്ങൾ നല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും 8
തെറ്റിപ്പോകുകയും അരുത്. ആ, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ എന്ത് ചെയ്യരുത്? ചതിക്കരുത്. അത്യാവശ്യം കൂട്ടായ്മയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് പോയാൽ മതി കേട്ടോ. ഈ ആഴ്ചയിൽ എല്ലാ ദിവസവും കൂട്ടായ്മയാണെന്നും പറഞ്ഞ് നമ്മളിപ്പോൾ സന്ധ്യപ്രാർത്ഥനയുടെ സമയം ഇവിടെ എടുക്കുന്നുള്ളൂ. കൂട്ടായ്മയാണെന്നും പറഞ്ഞ് ജീവിതവും ഇല്ല, ഭക്ഷണം ഉണ്ടാക്കത്തില്ല, ജോലിയും ചെയ്യത്തില്ല, കൂട്ടായ്മയാണെന്നും പറഞ്ഞൊന്നും നടക്കണ്ട. നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. ആരും ഒരു വിധേന ഏത് വിധേനയും നിങ്ങളെ എന്ത് ചെയ്യരുത്? ചതിക്കരുത്. ആദ്യം എന്ത് ചെയ്യും? ഇപ്പൊ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യൻ, അവനാണ് മൃഗം, അവനാണ് അന്തിക്രിസ്തു, അതാണ് എതിർ ക്രിസ്തു. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ എന്ത് ചെയ്യും? വെളിപ്പെടുകയും വേണം. സ്തോത്രം. അത് അവൻ വെളിപ്പെടണം, എന്നിട്ടാണ് അവസാനം. അത് വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. അവന്റെ അന്ത്യം എന്താ? വെളിപ്പാട് പുസ്തകം നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതെന്ന് പറയുന്നത് നരകത്തിന്റെ ഒരു അപരനാമമാണ്. നാശത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുക എന്നുള്ളതാ. നാശയോഗ്യൻ, അവൻ നരകത്തിലേക്ക് പോകാനുള്ളവനാ. സ്തോത്രം. 19:20 വെളിപ്പാട് 19:20 കൂടെ വായിച്ച് അവസാനിപ്പിച്ച്. മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യനെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ ഇതാ ഞാൻ പറഞ്ഞ, അദ്ദേഹം ഒരു ആത്മീയ നേതാവാ, ക്രിസ്തീയ മതത്തിന്റെ ഒരു നേതാവാ, കള്ളപ്രവാചകൻ. ഇത് പലരും കേൾക്കുന്നുണ്ട്. അപ്പൊ അവൻ മനുഷ്യരെ എന്ത് ചെയ്യും? തെറ്റിക്കും. അവന്റെ മുദ്ര ഏൽക്കാൻ സമ്മതിക്കും. ഇപ്പൊ മേളിൽ നിന്നൊരു കൽപ്പന തുടങ്ങുകയാണ്. ഇപ്പൊ പല ആളുകൾക്ക് വേണ്ടി ഗീജ വിളിച്ചുകൊണ്ട് നടക്കുന്നില്ലേ ആളുകൾ? മേലുള്ള അധ്യക്ഷന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഗീജ വിളിക്കുന്നില്ലേ? അവരൊരു കാര്യം പറഞ്ഞാൽ ഇവര് കേൾക്കും. അതുപോലെ ഇവര് പറയും. ഇവര് പറഞ്ഞു കഴിയുമ്പോൾ സ്തോത്രം അവര് അത് കേൾക്കും. അപ്പൊ അവരെ മുദ്രയേക്കും, എല്ലാ കാര്യവും ചെയ്യും. അപ്പൊ പറഞ്ഞു പറ്റിച്ച് വായിച്ചോ. മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് ജീവനോടെ തള്ളിക്കളയും. സ്തോത്രം. ഞാൻ ഇത് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഇന്നാ ഇതിന്റെ ഒരു കുട്ടൻസ് എനിക്ക് ക്ലിക്ക് ആയത്. ഇവരെ നമ്മളെപ്പോലൊരു മനുഷ്യനെയാണ്. മറ്റേന്ന് വെച്ചാൽ നരകത്തിലേക്ക് തള്ളുന്ന ആത്മാക്കളെയാ. മനസ്സിലായില്ലേ? നരകത്തിലേക്ക് തള്ളുന്നത് ആത്മാക്കളെയാ. ഇവരെ ജീവനോടെ പിടിച്ച് എന്ത് ചെയ്യും? തള്ളും. എന്ന് വെച്ചാൽ മൃഗമെന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാ, ഏതെങ്കിലും ഒരു 10 രാജ്യത്തിന്റെ തലവൻ. അതിന്റെ ഒരു ഭരണാധികാരിയാണ് ഈ മൃഗമെന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ പിന്നീട് പഠിക്കും. അതിന്റെ ഒരു തലവനെ ജീവനോടെ ഗന്ധകം കത്തുന്ന പൊയ്കയിലേക്ക്, കള്ളപ്രവാചകനെയും ജീവനോടെ. അപ്പൊ പിന്നെ എന്തോ ചെയ്യും? ഞാൻ ഇന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായ. അപ്പൊ തന്നെ അവരുടെ ഭൗതിക ശരീരം തീർന്നു. പിന്നെ അവരെന്ത് ചെയ്യും? ജീവനോടെ അവരെ തള്ളിക്കളയുക. അപ്പൊ ഗന്ധക തീപ്പൊയിലേക്ക് തള്ളുമ്പോൾ ജീവനോടെ തന്നെ അവര് നരകയാതന അനുഭവിച്ചാൽ മരിക്കേണ്ടത്. അവര് മരിക്കും. അപ്പോ ഈ മൃഗമെന്ന് പറയുന്നത് ഒരു മനുഷ്യനിൽ ആവഹിച്ചേക്കുന്ന അന്തിക്രിസ്തു, എതിർ ക്രിസ്തു. അവരുടെ ശരീരം മരിക്കും. പിന്നെ സാത്താനെയും കൂടെ, പിന്നെ ഇവന്മാരെ എന്ത് ചെയ്യും? സാത്താനെയും കൂടെ കൂടി ഇവന്റെ ആത്മാക്കളെ അതിനകത്തോട്ട് തള്ളും. സ്തോത്രം. ജീവനോടെ തള്ളിക്കളയും. ഈ വെളിപ്പാട് 20:10 വായിച്ചേ. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ഇപ്പോ ഇവന്റെ ശരീരവും ദ്രവിച്ചിട്ട് അവന്റെ ആത്മാവ് കർത്താവ് പിടിച്ചിട്ടേക്കുമല്ലേ? അവിടുന്ന് ചാടിപ്പോൻ പറ്റുകയല്ല. കർത്താവ് പിടിച്ചിട്ടേക്കുക. അപ്പോ അവിടുന്ന് ചാടിപ്പോകാൻ പറ്റത്തില്ല. സ്തോത്രം. എനിക്കത് പിന്നെ അങ്ങ് മനസ്സിലാകുന്നില്ല. ഇവരെ ജീവനോടെ പിടിച്ച് അതിനകത്ത് ഇട്ടേക്കുക എന്നാ പറഞ്ഞത്. അതിനി മരിക്കുവോ മരിക്കാതിരിക്കുവോ ചെയ്യും. നിങ്ങളോടൊന്ന് പഠിച്ചു നോക്കിക്കേ. ജീവനോടെ പിടിച്ച് അതിനകത്ത് ഇട്ടേക്കുക. അതിനകത്തോട്ട് ആരെ കൂടെ തള്ളും? പിശാചിനെ കൂടെ. 20:10 വായിച്ച് അവസാനിപ്പിച്ച്. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളും. സ്തോത്രം. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴും നമ്മളൊരു ഭയത്തോടെ ആയിരിക്കാം. ദൈവവചനം നമുക്ക് അനുസരിക്കാം. കർത്താവിനെ നമുക്ക് പിൻപറ്റാം. നമുക്ക് പ്രാർത്ഥിക്കാം.